കാരുണ്യത്തിലേക്ക് സ്വാഗതം. കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ എന്താകും അവസ്ഥ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അത്തരം ഒരു ദുരവസ്ഥയുടെ വലിയാടാണ് തിരുവനന്തപുരം കാഞ്ഞിരംപാറയിലെ 24-കാരിയായ സിമി എന്ന യുവതി. ചെറിയൊരു ചികിത്സ തേടി മെഡിക്കൽ കോളേജിൽ ചെന്ന് ജീവിതം തന്നെ മഹാരോഗമായി മാറിയ ഘോര അനുഭവം കേൾക്കുമ്പോൾ ആർക്കും ഇത് അവിശ്വസനീയമായി തോന്നുമെങ്കിലും ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടന്ന് നരകിക്കുന്ന സിമി ഒരു യാഥാർത്ഥ്യവുമായി നമ്മുടെ കൺമുന്നിലുണ്ട്. മറ്റൊരാളുടെ സഹായമില്ലാതെ ഒന്നും തന്നെ ചെയ്യാനാവാത്ത ദയനീയ അവസ്ഥയിലേക്ക് സിമിയെ തള്ളിവിട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ബാധ്യതയും നമ്മുടെ തെറ്റായ വൈദ്യമുറകൾക്കും വിശ്വഘോര പ്രവർത്തകന്മാർക്കുമുള്ളതാണ്. പാവങ്ങളുടെ ജീവിതം കൊണ്ട് പന്താടാനുള്ളതാണോ മെഡിക്കൽ ഡിഗ്രികൾ? സിമിയെ പോലെ പലരും ഇങ്ങനെയുള്ള ദുർഗതയിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഉറപ്പ് അതിന്റെ വൈദ്യശാസ്ത്രത്തിന്റെ കൊടും ക്രൂരതയുടെ മറ്റൊരു ഇരയായ സിമി ഇതാ അലിവുള്ളവരുടെ ഹൃദയത്തിൽ എന്നും ഒരു തേങ്ങലായിരുന്നു. സിമിയുടെ അച്ഛൻ സുകുമാരന് 2 മക്കളുണ്ടായി. അതിൽ മൂത്ത കുട്ടിയാണ് സിമി. രണ്ടാമത്തേത് ഒരു ആൺകുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ ജനനം കഴിഞ്ഞ് 41-ാം നാളിൽ നടത്തുന്ന നൂലുകെട്ടിന് ബന്ധുക്കളെയും നാട്ടുകാരെയും ക്ഷണിച്ചു. സദ്യയും ഒരുക്കി വെച്ചിരിക്കുമ്പോഴാണ് ആ കുഞ്ഞിന് അവിചാരിതമായി ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടുത്തെ ചികിത്സയും ഫലം ചെയ്യാതെ അവിശ്വസനീയമാം വിധം ആ പൊന്നോമന ഈ ലോകം വിട്ടുപോയത്. എനിക്ക് 2 മക്കളുണ്ടായിരുന്നു. മൂത്ത മകളാണ് ഈ വയ്യായ ഉള്ള സിമി. രണ്ടാമത്തെ കുഞ്ഞ് മരിച്ചുപോയി. അത് പ്രസവിച്ച് 41-ൻ്റെ അന്ന് നൂലുകെട്ടിൻ്റെ അന്ന് രാവിലെ വീട്ടിൽ ഭക്ഷണം വരെ ആയി കഴിഞ്ഞു. നൂലുകെട്ടിനുള്ള സമയം ഏകദേശം ഒരു അരമണിക്കൂർ ബാലൻസ് ഉള്ള സമയത്ത് കുഞ്ഞിന് പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടൽ പോലെ തോന്നി, ഒരു വയ്യായികയായിട്ട് തോന്നി. ഞങ്ങൾ അടുത്തുള്ള ഈ ശാസ്ത്രമംഗലത്തിൽ ശ്രീരാമകൃഷ്ണ ആശ്രമ ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ കുഞ്ഞിനെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു വണ്ടിയിൽ കുഞ്ഞിനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് ഡോക്ടർമാരൊക്കെ കാണിക്കേണ്ട ആൾക്കാരെല്ലാം കാണിച്ച് ഒരുപാട് ഡോക്ടർമാരൊക്കെ ചെക്കപ്പ് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കുഞ്ഞ് മരിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ ദുരന്തത്തിന്റെ ഒരു തുടർച്ചയെന്നോണം സിമിക്ക് 3 വയസ്സുള്ളപ്പോൾ കഴുത്തിന്റെ പിൻവശത്ത്
ഒരു മുഴ കണ്ടു. ആ മുഴ അത്ര കാര്യമാക്കാനുള്ള നിലയിലല്ലാത്തതിനാൽ സിമിയുടെ മാതാപിതാക്കൾ അതിനായി ശേഷിച്ച ചികിത്സയൊന്നും വേണ്ടെന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് റേഡിയോയിലൂടെയും മറ്റ് പത്രമാധ്യമങ്ങളിലൂടെയും ഒരു മുന്നറിയിപ്പ് വരുന്നത്. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുഴകൾ കാണപ്പെടുകയാണെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണെന്നും ഉടൻ തന്നെ അടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്ന് വിശദമായ പരിശോധന നടത്തേണ്ടതുമാണെന്നുള്ള ആ അമൃതോപദേശം കേട്ട് സിമിയുടെ മാതാപിതാക്കളും ഇളകിപ്പോയി. അവർ ഉടൻ തന്നെ സിമിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കി. സിമിയുടെ കഴുത്തിന് പിറകിലുള്ള മുഴ വളരെ നിസ്സാരമാണെന്നും തെല്ലും തന്നെ പേടിക്കേണ്ടതില്ലെന്നും ചെറിയൊരു ഓപ്പറേഷനിലൂടെ മാറ്റാവുന്നതാണെന്നുമാണ് അതിവിദഗ്ധരായ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ വിധിയെഴുതിയത്. എന്നാൽ ആ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ കഴിഞ്ഞ് കഴുത്തിൽ പ്ലാസ്റ്ററും ഇട്ട് വീട്ടിലെത്തിയ സിമിക്ക് ശിരസ് ഇരുവശത്തേക്കും അനക്കാൻ പറ്റാതായി. പ്ലാസ്റ്റർ ഇട്ടത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ആദ്യം തോന്നിയെങ്കിലും നാളുകൾ കഴിഞ്ഞ് പ്ലാസ്റ്റർ അഴിച്ചപ്പോഴും സിമിയുടെ അവസ്ഥ അതുതന്നെയായിരുന്നു. ഈ മകൻ മരിച്ചതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ മകളുടെ ഈ പെടലിയുടെ ഭാഗത്തായിട്ട് ഒരു മുഴ ഞങ്ങൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ മുഴ കണ്ട ആ കാലഘട്ടത്തിൽ, ആ സന്ദർഭത്തിലൊക്കെ ഈ റേഡിയോയിലും മാധ്യമങ്ങളിലെല്ലാം ഒരു പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ വല്ല മുഴയോ മറ്റുള്ള എന്തെങ്കിലും അസ്വസ്ഥതയുള്ള കാര്യങ്ങൾ കാണുന്നെങ്കിൽ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കാണിക്കണമെന്ന് പറഞ്ഞൊരു ഈ മാധ്യമങ്ങളിലൊക്കെ ഒരു പബ്ലിസിറ്റി ഉണ്ടായിരുന്ന ടൈമിലാണ് ഈ കുഞ്ഞിൻ്റെ ഈ കഴുത്തിൻ്റെ മുഴ, ഫെഡലിയുടെ ഭാഗത്തായിട്ട് ഒരു ചെറിയ മുഴ കണ്ടത്. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ഒരു പരസ്യം ഉണ്ടല്ലോ, അപ്പോൾ എന്തായിരുന്നാലും കുഞ്ഞിനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാമെന്ന് ഉദ്ദേശിച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജ് SAT ഹോസ്പിറ്റലിൽ കാണിച്ചു. ആ SAT ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ ഇങ്ങനെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മകളെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം ഡോക്ടർമാർ പറഞ്ഞു ഇത് വേറെ വലിയ പ്രോബ്ലം ഒന്നുമില്ല, ഒരു ചെറിയ മൈനർ ഓപ്പറേഷൻ പോലെ ഒരു ചെറുതായിട്ടൊന്ന് ചീണ്ടി കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് മോളെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കുഞ്ഞിനെ ഞങ്ങളെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഉറ പോലൊരു സാധനം ഇങ്ങനെ ഇട്ട കുഞ്ഞിനെ ഇങ്ങോട്ട് അയക്കുന്നത്, പേര് വിട്ട് അയക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഈ മകൾ ഈ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഈ ഉറ ഇട്ടതിൻ്റെ ഒരു വൈബ്രേഷൻ കൊണ്ടായിരിക്കുമെന്ന് ഉദ്ദേശിച്ച് ഞങ്ങൾ അത് വലിയ കാര്യമാക്കില്ലായിരുന്നു. പക്ഷേ ഒരു 2-3 മാസം കഴിഞ്ഞ് ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഈ കഴുത്തിലിട്ട ആ ഉറ എടുത്തതിന് ശേഷമാണ് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് കുഞ്ഞിന് കഴുത്ത് തിരിയാൻ പറ്റുന്നില്ലെന്ന്. പക്ഷേ അതും എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ തന്നെ വേറൊരു ഡോക്ടറെ കൊണ്ടുവന്ന് ഈ പ്രശ്നം പറഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് ഈ കുഞ്ഞിന് ഓപ്പറേഷന് ഈ നരമ്പിന് ടച്ച് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുഞ്ഞിൻ്റെ കഴുത്ത് തിരിയാത്തത്, അതിനി അങ്ങനെ തന്നെ ഇരിക്കും, ആ കഴുത്തിനി തിരിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ അതിൻ്റെ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതും. പക്ഷേ ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ കഴുത്ത് തിരിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ചെറിയ ചെറിയ മുഴകൾ അങ്ങനെ. അപ്പോൾ അതുവരെ ഈ ഒരു ചെറിയ മുഴ മാത്രമേ കുഞ്ഞിൻ്റെ ഈ പെടലിൻ്റെ ഭാഗത്തുള്ള ഒരു ഒറ്റ മുഴ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മുഴയെന്ന് പറഞ്ഞാൽ മാംസമല്ല, ഈ അസ്ഥി ഇങ്ങനെ മുഴച്ച് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഓപ്പറേഷൻ ചെയ്ത് സുഖമായി വീട്ടിൽ കൊണ്ടുവന്ന് ഒരു കുഴപ്പമില്ലാതെ കൊച്ചിരുന്ന് കളിക്കുക എടുക്കുക എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് അവള് സ്കൂളിലൊക്കെ അവള് പോയി വന്ന് എല്ലാം അവളെ സ്വന്തം കാര്യം അവർ ചെയ്യുമായിരുന്നു. അവസാനമായപ്പോഴത്തേക്ക് ഇവർക്ക് പിന്നെ കുറച്ചാൾ വീണ്ടും കുറുപ്പിൻ്റെ ഭാഗത്ത് ഈ മുഴ ഇങ്ങനെ വലിഞ്ഞു കൂടി. ഈ എല്ലുകളാണ് അവിടെ ആയിട്ട് കുറുപ്പിൻ്റെ ഭാഗങ്ങൾ. ഈ എല്ലിങ്ങനെ വലിഞ്ഞു കൂടി അപ്പോൾ അവൾക്ക് വേദന ഉണ്ടാവും.
വേദന ഉണ്ടാവും. വീണ്ടും ഞങ്ങൾ കൊണ്ട് കാണിച്ചു, മെഡിക്കൽ കോളേജ് കാണിച്ച് അങ്ങനെ എക്സ്റേ എടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു അവർ കുറച്ച് മരുന്നും ഗുളിയൊക്കെ തരും, ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് പിന്നെ ചില ദിവസങ്ങളിലവിടെ കിടത്തണമെന്ന് പറയുമ്പോൾ കിടത്തും. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ വീട്ടിൽ കൊണ്ടുവരും. വീണ്ടും ഇങ്ങനെ പിന്നെ കൊണ്ടുപോയി കാണിക്കും. എന്നിട്ട് പിന്നെ അവർ പറഞ്ഞു പിന്നെ ഇതിനി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ നമ്മുടെ മക്കളൊന്നുമില്ല, പിന്നെ വിദേശത്തു നിന്ന് ഏതെങ്കിലും ഡോക്ടർമാരാരെങ്കിലും വരുന്ന അപ്പോൾ ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞ് നമ്മളെ അഡ്രസ്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അവസാനം പിന്നെ അവർ വിളിച്ചതും പറഞ്ഞത്. അതുപോലെ നമുക്കതിനുള്ള സാമ്പത്തികം ഇല്ല. അങ്ങനെ അപ്പോൾ പറഞ്ഞ് പിന്നെ ഇങ്ങനെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ കൊണ്ടുവരും. ഇങ്ങനെ അസുഖം വീണ്ടും കൊണ്ടുപോകും. അങ്ങനെ വന്നും പോയി പിന്നെ ജലാശുപത്രി. പിന്നെ എനിക്ക് ഈ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് എനിക്ക് തന്നെ പേടിയാണ്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ് പിന്നെ ഇങ്ങനെ ഇവിടെ ജലാശുപത്രിയിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പിന്നെ കുറച്ച് നാൾ പിന്നെ ഈ ഗീത ആശുപത്രിയിൽ ഇടയ്ക്ക് ഓണം കഴിഞ്ഞതിന് ശേഷം 5 ദിവസം അവിടെ കിടന്നു. അപ്പോൾ അങ്ങനെ ആശുപത്രികളിലെല്ലാം വന്നും പോയി ഇങ്ങനെ പലയിടങ്ങളിലായി മാറി. അപ്പോൾ ചോദിക്കുന്നവരെല്ലാവരും പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. പൂക്കൾ ഒരലങ്കാരം മാത്രമാണോ? അത് ഇഷ്ടപ്പെടാത്തതാരാ? ഇതേ പൂക്കൾ നിങ്ങൾക്കൊരു ജീവിത മാർഗമായാലോ? അതെ, കുട്ടികൾക്കും മുതിർന്നവർക്കും രോഗികൾക്കും മറ്റ് ജോലിയിൽ ഏർപ്പെട്ടവർക്കും വീട്ടിലിരുന്നു കൊണ്ട് ഒരുപോലെ സമ്പാദിക്കാം. അന്വേഷണങ്ങൾക്ക് ഈ അഡ്രസ്സിൽ വരികയോ ഈ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. ജീവ TC 50/15 പ്ലാവടി വീട്, ചിറപ്പാലം, കാലടി, കരമന PO, ട്രിവാൻഡ്രം. ഫോൺ 99618 96939. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സിമിക്ക് ഓപ്പറേഷൻ നടത്തിയതിലുള്ള പാകപ്പിഴ മൂലമാണ് സിമിയുടെ ശാരീരികാവസ്ഥ ദിനം പ്രതി വഷളായി. മുഴ വന്ന ഭാഗം വ്രണമാവുകയും അവിചാരണം ശരീരം മുഴുവൻ മുഴകൾ പ്രത്യക്ഷപ്പെട്ട് നിവർന്നു നടക്കാൻ പോലും ആവാത്ത ദയനീയ അവസ്ഥയിലേക്ക് ഈ പാവം പെൺകുട്ടിയെ തള്ളപ്പെട്ടതുമെന്നാണ് വ്യക്തം. എന്നിട്ടും സിമിയുടെ ഭാവിയിൽ വളരെ ഉത്കണ്ഠാകുലരായ മാതാപിതാക്കൾ സിമിയെ വട്ടിയൂർക്കാവിലുള്ള സ്കൂളിൽ ചേർത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ നിരന്തരം കുഞ്ഞിന് ഇങ്ങനെ ഡോക്ടറെ മെഡിക്കൽ കോളേജിലായിരുന്നാലും അല്ലാതെ ഇവിടെ ആയുർവേദ മെഡിക്കൽ കോളേജിൽ തന്നെ കൂടുതലും നമ്മൾ കുഞ്ഞിനെ അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ നിരന്തരം കാണിച്ചു കൊടുത്തുമൊക്കെ നിന്നപ്പോഴും കുഞ്ഞിനെ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ കാണിക്കും തോറും അസുഖത്തിന് മാറ്റം വരുന്നില്ല, ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ കഴുത്ത് തിരിയിലായിരുന്നെങ്കിലും അന്ന് നിവർന്നൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ മുഴ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മുഴ ഇങ്ങനെ വളരാൻ തുടങ്ങിയതിന് ശേഷമാണ് ചെറുതായിട്ട് ഇങ്ങനെ കൂനി ഇപ്പം നന്നായി ഇങ്ങനെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്താൽ ഇങ്ങനെ നിന്ന് നേരെ ആ വെള്ളം തീർത്ത് കുടിക്കാൻ കുഞ്ഞിന് ഇപ്പോൾ പറ്റില്ല. കാര്യം ഇങ്ങനെ മലർന്നു വന്നാലേ ഈ വെള്ളം തീർത്തും കുടിക്കാം. പക്ഷേ ഇങ്ങനെ നിന്നിട്ട് വെള്ളം കുടിച്ചാൽ തീർത്ത് കുടിക്കാൻ പറ്റില്ല. അതിനത്രയും കുറച്ച് നമ്മൾ കൊടുത്തിട്ട് പിന്നെ സ്പൂൺ കൊണ്ട് കോരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കഴുത്തും കുനിഞ്ഞ് കഴുത്ത് തിരിയാനും വയ്യ. പിന്നെ അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ കഴുത്ത് തിരിയില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു. നടക്കാനും പറ്റും, സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്കൂളിലൊക്കെ ചേർത്തു. SSLC വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 9ാം സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ തന്നെ മോക്ക് ഈ കൈയൊന്നും വലുതായിട്ട് പൊക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആയി തുടങ്ങിയായിരുന്നു. എന്നിട്ടും പിന്നെ കുഞ്ഞിൻ്റെ അമ്മ കൂടെ സ്കൂളിൽ പോയി അവിടെ ചെന്ന് ഉച്ച ടൈമിനൊക്കെ മോക്ക് വേണ്ടുന്ന ഹെൽപ്പെല്ലാം ചെയ്തു കൊടുത്ത് അങ്ങനെയൊക്കെ വന്ന് SSLC ഒക്കെ ഏകദേശം പൂർണ്ണമായ സമയത്തൊക്കെ ഈ കൈയുടെ 2 കഷത്തും ഈ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരേ മുഴ വന്നു. ആ മുഴ വന്നതിന് ശേഷം പിന്നെ കൈ പൊക്കാൻ പറ്റത്തില്ല. സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനോ പിന്നെ ടോയ്ലറ്റിൽ പോകാനും ബാത്റൂം മറ്റുള്ള പ്രാഥമിക കാര്യങ്ങൾ ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പോഴാണ് വന്നത്. ഒരാൾ അവളടുത്ത് വേണം എന്ന് വെച്ചാൽ ഒന്ന് തിരിഞ്ഞു കിടക്കാനോ ഒന്നും അവളെ കൊണ്ട് പറ്റില്ല.
തിരിച്ചു കിടത്തണമെങ്കിലും എൻ്റെ സഹായം വേണം, ഒന്ന് എണിപ്പിക്കണമെങ്കിലും എൻ്റെ സഹായം വേണം. ചുരുക്കം പറയും ജോലിക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പൊ നേരത്തെ മോള് സ്കൂളിലൊക്കെ ആ സമയത്തൊക്കെ എവിടെയെങ്കിലും ചെറിയ വീട്ടു ജോലിക്കൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ഈ കൊച്ചിന് ഇത്രയും അവസ്ഥ ആയതില്ല, ഇട്ടിട്ട് പോകാനും പറ്റൂല. പിന്നെ അച്ഛൻ്റെ ഒരാളെ വരുമാനം, മരുന്നറിയണം, വാടക അറിയണം, പിന്നെ വേറെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഇതെല്ലാം ഈ ഒരാളെ വരുമാനത്തിൽ. പക്ഷെ നമുക്ക് അതിനുള്ള പിന്നെ ഡോക്ടർ ഇങ്ങനെ അന്ന് ആശുപത്രി എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇങ്ങനെ ഡോക്ടർ വിദേശത്ത് നിന്ന് ആരെയും വരണമെങ്കിൽ അറിയിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ അഡ്രസ്സ് വാങ്ങും. പിന്നെ അവർക്ക് തന്നെ അറിയാം നമ്മളെ കൊണ്ട് അതിനുള്ള സാമ്പത്തികമൊന്നും ഇല്ല എന്നുള്ളതറിയാം. പിന്നെ അവർ വിളിച്ചതുമില്ല. പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ ജില്ലാശുപത്രിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവിടെയും ചോദിച്ചു നമ്മൾ ഡോക്ടർ അടുത്ത് പറഞ്ഞു ഇതിനെന്തെങ്കിലും നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ വയസ്സായി വരെയല്ലേ ഈ കൊച്ചിൻ്റെ കാര്യം അവളെ കൈ എടുത്ത് അവൾക്ക് എന്തെങ്കിലും അവളെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇത് പറ്റുമെന്ന് ഒന്നും പറ്റൂല എന്ന് പറഞ്ഞു. പഠനത്തിലും ഗാനാലാപനത്തിലും ഒരുപോലെ മിടുക്കിയായ സിമിക്ക് തുടർന്നുള്ള ജീവിതം നിത്യ നരകയാതനകളുടേതായിരുന്നു. ശരീരത്തിൽ പൊങ്ങിയ മുഴകളുടെ ആധിക്യം കാരണം നട്ടെല്ലു വളഞ്ഞ് കൈകാലുകൾ ക്ഷയിച്ച് മുഴകൾ പൊട്ടിയൊഴുകുന്ന നിലയിലും 10ാം ക്ലാസ് വരെ പഠിച്ച പഠിപ്പിലും കലയിലും മഹാവിദൂഷിയായ ഈ പെൺകിടാവിനെ ഇങ്ങനെയൊരു ദീർഘതയിലേക്ക് തള്ളിവിട്ട ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അതീവ ഗുരുതരമായ ആതുര സേവന രംഗത്തെ അശ്രദ്ധ മനുഷ്യരായി പിറന്നവർക്ക് എങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനുമാകും? കഥനമോ അതിനിന്ധനം, ഹൃദയമോ സ്വച്ഛം യാന്ത്രികം, ജീവിതം ഒരു നൗകയല്ലേ. ഓ ഓ ഞാനൊരു യാത്രക്കാരൻ, കണ്ണീരൻ്റെ പതിതരെ. ഓ ഓ ഞാനൊരു യാത്രക്കാരൻ, കണ്ണീരൻ്റെ പതിതരെ. നീ സ്കൂളിലേക്ക് പോവാറുണ്ടോ? പോവാറുണ്ട്. എത്ര വരെ പഠിച്ചു? 10 വരെ. 10 വരെ പോയോ? ഓ അത് ശരി. അടുത്താണോ സ്കൂള്? 1 തൊട്ട് 5 വരെ ഇവിടെ കാഞ്ഞിരമ്പാറ സ്കൂൾ. കാഞ്ഞിരമ്പാറ സ്കൂള്. അത് കഴിഞ്ഞിട്ട് 6 തൊട്ട് 10 വരെ പട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ്. അപ്പൊ സുമി ഒറ്റയ്ക്കാണോ പോകുന്നേ? കൂട്ടുകാരായിട്ട് പോകും. കൂട്ടുകാരായിട്ട് നടന്നാണോ പോകുന്നേ? ഓ പിന്നെ വട്ടിയൂർക്കാവ് പോകുമ്പോ ചിലപ്പോ ഓട്ടോയിൽ പോകാറുണ്ട്, ബസ്സില് അങ്ങനെയൊക്കെ പോകാറുണ്ട്. 10 ജയിച്ചോ? 10 ജയിച്ചോ? 10 ക്ലാസ്സിന് പോയിട്ടില്ല. പോയില്ല അല്ലേ? അപ്പോഴാണോ സുഖലാതായത്? അതെ. പിന്നെ ടീച്ചേഴ്സ് നല്ല ഇതാണോ? ആ നല്ല കാര്യമാണ്. ഭക്ഷണമൊക്കെ എങ്ങനെയാണ് കഴിക്കും? ഭക്ഷണം ആദ്യമൊക്കെ തനിയെടുത്ത് കഴിക്കും. സ്വന്തമായിട്ട് ആദ്യം എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നോ? ഓ എഴുതാറുണ്ട്. എഴുതും അല്ലേ? ഇപ്പൊ എഴുതാൻ പറ്റില്ല. ഇപ്പൊ എഴുതാൻ പറ്റും, ചെറുതായി വാഴ്ത്തി വെക്കുന്നുണ്ടെങ്കിൽ. എഴുതാൻ പറ്റില്ല. ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റുമോ? ഭക്ഷണം ഇപ്പൊ എടുത്ത് ആരെങ്കിലും സഹായിക്കണം അല്ലേ? മതി. രോഗഗ്രസ്തിയെങ്കിലും വിദ്യാഭ്യാസത്തിൽ അടങ്ങാത്ത ദാഹം മൂലം ശാരീരിക വേദനകളും പ്രയാസങ്ങളും പാടെ മറന്ന് അതീവ ഉത്സാഹത്തോടെ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ തയ്യാറായ അവസരത്തിലാണ് എല്ലാ ശുഭപ്രതീക്ഷകൾക്കും മുകളിൽ അശനിപാതമുണ്ടായതുപോലെ സിമിയുടെ ഇരു കൈകളും ഇരു കാലുകളും നിശ്ചലമായി പോയത്. ദൗർഭാഗ്യം വരുമ്പോൾ കൂട്ടത്തോടെ എന്നതുപോലെ ഈ പെൺകുട്ടിയുടെ ക്രൂരതയിലും ക്രൂരനായ വിധി വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ മൂലം ഒരിക്കലും നീക്കാനോ മായ്ക്കാനോ ആവാത്ത നിത്യദുഃഖത്തിൽ കരിനിഴൽ വീണുപോയ സിമിയുടെ ജീവിതം അന്നും ഇന്നും ഇരുൾ അടഞ്ഞതാണ്. 3 വയസ്സ് മുതൽ 16 വയസ്സ് വരെ നീണ്ട 13 വർഷങ്ങൾ പല പല ഡോക്ടർമാരെയും വൈദ്യവിദഗ്ധന്മാരെയും സമീപിച്ച് സ്വന്തമായി കിടക്കാൻ ഒരിടമില്ലാത്ത, ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന ഈ കുടുംബത്തിന്റെ നെടും തൂണുകളായ മാതാപിതാക്കന്മാർ തങ്ങളുടെ വത്സലപുത്രിക്കു വേണ്ടി എത്രയെത്ര ചികിത്സകളും പണച്ചെലവും ചെയ്തുവെന്നതിന് കയ്യും കണക്കുമില്ല.
പറയുന്നതെന്ന് വെച്ചാൽ ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ എന്തുകൊണ്ടാണ് നമ്മുടെ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഈ ഓപ്പറേഷത്തിൽ വന്നതാണ്. നേരെ കൊച്ചിന് ഒരു കുഴപ്പമില്ലാതിരുന്ന കൊച്ചാണ്. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഞരമ്പുകൾക്കൊക്കെ ഇങ്ങനെ ഞരമ്പ് എന്തോ മെഡിക്കൽ കോളേജിൽ. അതെ, അപ്പൊ 3 വയസ്സേ ആയുള്ളൂ ആ സമയത്ത്. അപ്പൊ അവർക്ക് ഇത്രയും ഇതായത് ഈ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു 8-9 ആയപ്പോഴത്തേക്ക് അതിന് മുമ്പേ കുറുക്കിൽ മുഴകൾ വന്ന്, എന്നാലും ഇത്രയും ഈ കൈയൊക്കെ എടുക്കാൻ പറ്റാതായ ഒരു 8-9 ആയ ക്ലാസ്സിലായപ്പോൾ സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കത്തിലാണ്. കാര്യം ഞാൻ കൂലിപ്പണിയാണ് എൻ്റെ തൊഴിൽ. പക്ഷേ ഒരാഴ്ചയിൽ 2 ദിവസം പോലെ എനിക്ക് 2 ദിവസത്തിൽ കൂടുതലൊന്നും പണിക്ക് പോകാനൊന്നും പറ്റത്തില്ല. കാര്യം ഈ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഞാൻ കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഈ ഓട്ടോറിക്ഷയിൽ മകളെ പിന്നെ എടുത്ത് കയറ്റണം, പിന്നെ അവിടെ ചെന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് എടുത്തിറക്കണം. അതൊന്നും ഈ അമ്മയെ കൊണ്ട് പറ്റാത്തത് കൊണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെന്നാൽ തന്നെ ഈ ചെയർ കേസ് വഴിയൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ എനിക്ക് കൂലിപ്പണിക്ക് പോകാനും പറ്റുന്നില്ല. സ്വന്തമായിട്ടാണെങ്കിൽ വീടില്ല. അപ്പം ഞങ്ങളിങ്ങനെ വാടക കൊടുത്ത് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ വാടക കൊടുത്ത് പലിശയ്ക്ക് പൈസ എടുത്തും ഒക്കെയാണ് ഞങ്ങൾ കുഞ്ഞിൻ്റെ ഈ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതുവരെ പോകുന്നത്. അങ്ങനെയുള്ള ഈ വലിയ ഭയങ്കര ഞെരുക്കത്തിലിരിക്കുന്ന സമയത്താണ് മോക്ക് ഇങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടുവരികയും പിന്നെ പിന്നെ അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് പിന്നെ തിരുവനന്തപുരത്ത് തന്നെ ആയുർവേദ കോളേജിൽ ഞങ്ങൾ കുഞ്ഞിനെ ഒരു 28 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്യുകയുണ്ടായി. അവിടെ 28 ദിവസം കിടന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്ന്. എന്നിട്ടും അസുഖത്തിന് യാതൊരു മാറ്റവും ഇല്ല. അപ്പം ഇവിടെ പല ഡോക്ടർമാരെ ഞങ്ങൾ പ്രൈവറ്റായിട്ടുള്ള ഡോക്ടർമാരെ പോയി കണ്ടു നോക്കി. ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന പരമാവധി കുഞ്ഞിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം. സാമ്പത്തിക ഞെരുക്കം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ആരെങ്കിലും ഈ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്നെങ്കിലും പലിശയ്ക്കൊക്കെ വാങ്ങിയെങ്കിലും കുഞ്ഞിനെ നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഇതുവരെ ചികിത്സിക്കാൻ പറ്റുന്നിടത്തിലൂടെ ഞങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പോൾ ഈ ചികിത്സയ്ക്ക് വേണ്ടി കാശെല്ലാം ചിലവാക്കുന്നു, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നെങ്കിലും കുഞ്ഞിന് ഇങ്ങനെ ഓരോ വയസ്സ് ചെല്ലും തോറും അല്ലെങ്കിൽ വർഷങ്ങൾ ചെല്ലും തോറും ഇങ്ങനെ ഈ അസുഖങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നതല്ലാതെ യാതൊരു മാറ്റവും ഇല്ല. അതിന് 1 ഗ്ലാസ് വെള്ളം കഴിക്കാൻ കൊടുക്കുന്നെങ്കിലും നമ്മൾ ആരെങ്കിലും ആശ്രയം വേണം, എന്നാലേ അത് കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പിന്നെ അതിന് വസ്ത്രം മാറണമെങ്കിലും എല്ലാത്തിനും അനിയത്തിയാണ് ഉള്ളത്. അനിയത്തിക്ക് വേണ്ടി സഹായിക്കാൻ ആശുപത്രിയിൽ എവിടെയെങ്കിലും കിടക്കുമ്പോഴത്തേ ഞാനും കൂടെ തന്നെ പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ അവസ്ഥകൾ കണ്ട് ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെ അതിന് അസുഖം കുറഞ്ഞിട്ടില്ല. പിന്നെ അവരിനി കൊണ്ടുപോകാൻ സ്ഥലങ്ങളൊന്നുമില്ല. എല്ലാ സ്ഥലത്തും എവിടെയെങ്കിലും എന്തെങ്കിലും സദ്യക്കൊക്കെ പോകുന്നെങ്കിൽ ആട്ടോ പിടിച്ച് കൊണ്ടുപോവേ അല്ലെങ്കിൽ അതിനെ എടുത്തു കൊണ്ടുപോവുകയോ ചെയ്യണം. 24 വയസ്സായി മോക്ക്. അതിൻ്റെ തലയെല്ലാം പഴുത്ത് കയറുകയൊക്കെ ചെയ്യും. വർഷം തോറും അത് തന്നെ 6 മാസത്തിൽ ഒരിക്കൽ അതിനെപ്പോഴും ഇങ്ങനെ മുഴകൾ അസ്ഥികൾ ബാക്കിൽ മുഴച്ച് കയറി കൊണ്ടുവന്ന് നിന്ന് അതിന് കിടക്കാനും വയ്യ, ആഹാരം കഴിക്കാനും പറ്റില്ല, കരച്ചിലും വിളിയും മൂക്ക് കൂടെയൊക്കെ ഓസയും കൊടുത്തൊക്കെ ഇട്ടിരുന്ന ഒരുപാട് അവസ്ഥകളുണ്ടായിരുന്നു. അത് ഞങ്ങളെല്ലാം സഹിച്ച് കൊണ്ട് നടക്കുന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം തന്നെ മകളുടെ ശാരീരിക നില അല്പമെങ്കിലും ഒന്ന് മെച്ചപ്പെടാനായി വിറ്റുതുലച്ച ഈ അച്ഛനമ്മമാർക്ക് ഇപ്പോൾ ഒരാഗ്രഹം മാത്രമേ മനസ്സിൽ ബാക്കിയുള്ളൂ. ഇപ്പോൾ 24 വയസ്സായ നിലയിലും അച്ഛനമ്മമാരുടെ സഹായമില്ലാതെ ഒന്നും തന്നെ ചെയ്യാനാവാത്ത മകൾക്ക് സ്വന്തം പ്രാഥമിക കാര്യങ്ങളെങ്കിലും സ്വയം ചെയ്യാനുള്ള ഒരു നില വന്നാൽ, ഇന്നേ വരെ എത്രയൊക്കെ പണം ചെലവാക്കിയിട്ടും പല ചികിത്സകൾ ചെയ്തിട്ടും ഒരു ഫലവും കിട്ടാതിരുന്നതിന് ഏറ്റവും വലിയ ആശ്വാസമായി തങ്ങളുടെ പൊന്നുമോൾ സ്വന്തം കാര്യം നോക്കാനുള്ള ത്രാണി നേടിയെങ്കിൽ നിസ്വരും നിസ്സഹായരുമായ ഈ മാതാപിതാക്കളുടെ ന്യായമായ ഈ ഒരേ ഒരാഗ്രഹം സഫലമാകുന്നതെന്നാണ്. ഈ കുഞ്ഞിനെ അവിടെ അഡ്മിറ്റ് ചെയ്തതായിട്ടോ മറ്റുള്ള ഒരു ഇതും അവിടെ പോയി ഒന്നും നമുക്കൊരു കംപ്ലയിൻറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ വന്നു. കാര്യം പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് പൾസേറ്റ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അതിപ്പോൾ ഒരു അബദ്ധം പറ്റിയ അതേ ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ അവരുടെ റെക്കോർഡ് ചോദിച്ചാൽ അവർ പിന്നെ തരത്തില്ല.
കാര്യം അവർക്കെതിരായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാനെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് പിന്നെ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ അവർ ഒഴിവര് പറയുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൽ നിന്നും പിന്മാറേണ്ടി വന്നു. പിന്നെ ഞങ്ങൾക്ക് പിന്നെ 101 വരെ നമ്മളുടെ ഈ ചികിത്സയും കാര്യങ്ങളുമായിട്ട് സ്വന്തമായിട്ട് ഞങ്ങൾക്കിപ്പോൾ കൊട്ടാരവും മറ്റൊന്നും ഞങ്ങൾ സ്വപ്നം കാണുന്നില്ല. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മുറി ഈ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങി 6 മാസം, 1 വർഷം, ചിലപ്പം 11 മാസം ഒക്കെയാണ് ഈ വാടക വീട് കിട്ടുന്നത്. അത് ഇങ്ങനെ നിരന്തരം മാറി കൊണ്ടുപോകുന്ന ആ ഒരു വിഷമം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പിന്നെ ഞങ്ങളിങ്ങനെ വളരെ ഞങ്ങളെ അവസ്ഥ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. നാട്ടുകാർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അങ്ങനെ പോകേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുന്നെങ്കിൽ ഞാൻ അടുത്തില്ലെങ്കിൽ നാട്ടുകാരോ അതിലൊക്കത്തുള്ളവരൊക്കെ ഒരു വണ്ടി വിളിച്ചുകൊണ്ട് വരും. അങ്ങനെയുള്ള പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നാട്ടുകാരെന്നുള്ള അല്ലെങ്കിൽ ബന്ധുക്കളും ഒക്കെ വന്ന് അന്വേഷിക്കാറുണ്ട്, കാണാറുണ്ട്. അങ്ങനെ എല്ലാവരും കൂലിപ്പണിക്കാരാണ്. അപ്പം നമ്മളെക്കാളും കഷ്ടപ്പെട്ടാണ് അവർ കഴിയുന്നത്. അപ്പം നമ്മൾ എന്നിട്ടും അവരെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നിടത്തോളം അവരും സഹായിക്കുന്നുണ്ട്. സഹായം എന്ന് പറയുമ്പോൾ ഒരാളിന്ന് ജോലിക്ക് പോയിട്ട് വന്ന് അവരുടെ കുടുംബവും അതിലും കൂടുതലും ആൾക്കാർ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. അവളുടെ അടുത്ത് എപ്പോഴും ഒരാൾ ആവശ്യമാണ്. അവളെ ഒന്ന് തിരിച്ചു കിടത്തണമെങ്കിൽ, ഒന്ന് എഴുന്നേൽപ്പിക്കണമെങ്കിൽ, അവൾക്ക് ഭക്ഷണം കൊടുക്കണം, അവളെ കുളിപ്പിക്കണം, സകല കാര്യങ്ങൾ നോക്കേണ്ടത് ഞാൻ അമ്മയാണ്. പക്ഷേ ഞങ്ങൾക്ക് നാട്ടുകാർ ഈ കൊച്ചിനെ ഇനിയും ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഇനിയും അവൾക്ക് ചികിത്സയുടെ ഇതായിട്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ല. നല്ലവരായ നാട്ടുകാർ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ നേരത്തെ ഇതുപോലെ ചെറിയ പ്രോഗ്രാമിൽ കാണിച്ച് ചെറിയ സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ദയവായി നാട്ടുകാർ ഞങ്ങളുടെ ഈ മോളെ അസുഖത്തിൻ്റെ ഇതനുസരിച്ച് അവളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ സഹായങ്ങൾ ചെയ്ത് സഹായിക്കണമെന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് വീടില്ല, വാടക വീടാണ്. പിന്നെ എന്തെങ്കിലും മോളുടെ ഒരാളെ വരുമാനത്തിൽ, അതും മോളുടെ അച്ഛന് എന്നും ഇങ്ങനെ ജോലി കിട്ടുകയുമില്ല. അത് കിട്ടി കഴിഞ്ഞാലും തന്നെ മോളുടെ അസുഖത്തിന് വേണ്ടി അവളെ ചികിത്സയുടെ കാര്യം ഞങ്ങൾ വാടക കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ ചിലവ് മറ്റെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ തന്നെ മോളെ ഓട്ടോ വിളിച്ചാണ് കൊണ്ടുപോകേണ്ടത്. സിമിയെ എനിക്ക് നല്ലപോലെ അറിയാം. ആ കുടുംബം വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ്. ഈ ചാനൽ കൂടി കാണുന്നവർ ദയവായിട്ട് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിന് ആവശ്യമായ സഹായം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അവർക്ക് സ്വന്തമായിട്ട് വീടില്ല, സ്ഥലമില്ല, ഒന്നുമില്ല. ആ കുഞ്ഞിനാണ് നടക്കുവാനായിട്ട് കഴിയത്തില്ല. അതിൻ്റെ കൂടെ എപ്പോഴും ഒരാൾ ഉണ്ടായേ പറ്റുള്ളൂ. വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾക്കൊക്കെ ചെയ്യുവാനായിട്ട് പരിമിതികളുണ്ട്. എന്നാൽ ഈ ചാനൽ കൂടി കാണുന്ന എല്ലാവരും അവരെ സഹായിക്കുകയാണെങ്കിൽ അത് വളരെ സന്തോഷമാണ്, അവർക്ക് അനുഗ്രഹമാണ്. അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ദയവായിട്ട് ഈ കാര്യങ്ങളെ നിങ്ങൾ മുഖവിലക്കെടുക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അവർക്ക് കിടക്കടമില്ല. അവരിങ്ങനെ എത്രയോ വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയെന്ന്. വാടകയ്ക്ക് താമസിക്കും. അവരെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ അവർ ഈ അഡ്വാൻസ് കൊടുത്ത പൈസ തന്നെ അവരങ്ങ് മുതലാക്കി എടുത്തിട്ട് അവരങ്ങ് ഇറക്കി വിടും. അങ്ങനെ എത്രയോ വർഷം കൊണ്ട് 10-20 വർഷം കൊണ്ട് അവർ വാടകയ്ക്ക് താമസിക്കുകയാണ്. എന്ത് ചെയ്യാം? അപ്പോൾ എന്തെങ്കിലും ഗവൺമെൻറ് മുഖേന എന്തെങ്കിലും സഹായം കൊടുത്താൽ ഏറ്റവും നല്ലതെന്ന് ഞങ്ങൾ നാട്ടുകാർ. ജീവിതത്തിൽ സ്വന്തമായി ഒരു ജോലി ആരും ആഗ്രഹിക്കുന്നത് അത് തന്നെ. എന്നാൽ എല്ലാവർക്കും അത് നേടാൻ കഴിയുന്നുണ്ടോ? ഇല്ല. വിഷമിക്കേണ്ട. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ആയിരങ്ങളും പതിനായിരങ്ങളും നിങ്ങൾക്ക് സമ്പാദിക്കാം. എങ്ങനെയെന്നല്ലേ? ഈ കാണുന്ന അഡ്രസ്സിൽ വരികയോ ഈ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. ജീവ TC 50/15 പ്ലാവടി വീട്, ചിറപ്പാലം, കാലടി, കരമന PO, ട്രിവാൻഡ്രം. ഫോൺ 99618 96939. സിനിമയെയും സംഗീതത്തെയും എന്തെന്നില്ലാതെ സ്നേഹിക്കുന്ന കലാഹൃദയമുള്ള ഗായികയായ സിമി കലാഭവൻ മണിയുടെ സിനിമകളും നാടൻ പാട്ടുകളും സർവോപരി കലാഭവൻ മണിയുടെ തീവ്ര ആരാധകയുമാണ്. മണിച്ചേട്ടനെ ഒന്ന് നേരിൽ കാണണമെന്നതാണ് സിമിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. കലാഭവൻ മണിയാണോ? തമിഴ് വിജയ്. തമിഴ് മിക്ക ആളുകളെ ഇഷ്ടം. തമിഴിൽ മിക്ക ആളുകളെ ഇഷ്ടം. നടി ആരെയാ ഇഷ്ടം? നടി ശോഭന,
ഫാമ. കലാഭവൻ നാടൻ പാട്ട് വല്ല അറിയാം? നെഞ്ചുടുക്കിന്റെ താളത്തുടുത്തിൽ നൊമ്പരം പാടാൻ നൊമ്പരം പാടാൻ നെഞ്ചുടുക്കിന്റെ താളത്തുടുത്തിൽ നൊമ്പരം പാടാൻ നൊമ്പരം പാടാൻ സുഖത്തിലല്ല ദുഃഖത്തിലല്ലോ പാട്ട് നിന്റെ മണിക്കേൽക്കും പാട്ട് നിന്റെ മണിക്കേൽക്കും നെഞ്ചുട എൻ്റെ കാലത്തോടത്തിൽ നൊമ്പരങ്ങ പാടാൻ നൊമ്പരങ്ങ പാടാൻ മണിച്ചേട്ടനെ കാണാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പിന്നെ ഐഡിയ സ്റ്റാർ സിംഗർ കാണുമ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൂടുതൽ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ മണിച്ചേട്ടനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ തീർത്തും അവശയായ നിലയിലും മണിച്ചേട്ടനെ പറ്റി പറയുമ്പോഴും അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടുമ്പോഴും ജീവനെ കരണ്ടു തിന്നുകൊണ്ടിരിക്കുന്ന എല്ലാം കൊടും യാതനകളും മറന്ന് മനസ്സ് തുറന്ന് ചിരിക്കുന്ന സെമിയുടെ ഈ ഒരേ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഈ നിർദ്ധരായ കുടുംബത്തെ സഹായിക്കാനുള്ള വിലാസം: സിമി TC 7/452 BKP നഗർ, കാഞ്ഞിരംപാറ, ട്രിവാൻഡ്രം. സിമി TC 7/452 BKP നഗർ, കാഞ്ഞിരംപാറ, ട്രിവാൻഡ്രം. അക്കൗണ്ട് നമ്പർ: സിൻഡിക്കേറ്റ് ബാങ്ക്, പാളയം ബ്രാഞ്ച് 4013003329. അക്കൗണ്ട് നമ്പർ 4013003329. അടുത്ത ആഴ്ച മറ്റൊരു കുടുംബവുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ ഫ്രം മനു.